ദീപുവേ എന്തെടുക്കൂടാ? ഞാൻ രണ്ടു നൂലെടുക്കുമായിരുന്നു. ആണോ? പണിയില്ലായിരുന്നു ഇന്ന് ഞായറാഴ്ച, ഇന്ന് പണിയില്ലായിരുന്നു. ആണല്ലേ? എവിടെയായിരുന്നു വർക്ക്? എവിടെയായിരുന്നു വർക്ക്? എനിക്ക് നെട്ടുപടി പൂപ്പള്ളി എന്ന സ്ഥലത്തായിരുന്നു. ഡ്രസ് വർക്കും കാര്യങ്ങളായിട്ടൊക്കെ വർക്കുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ഇവിടെ തയ്ക്കാൻ വന്നാണ്? ഞാൻ ഇവിടം വരെ വന്നായിരുന്നു. ഇതിന്റെ കാണേണ്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് വന്നായിരുന്നു. പരിപാടിക്ക് പോകുന്നില്ലേ? പരിപാടി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ, അറിയാലോ. മിമിക്രി ആർട്ടിസ്റ്റ് നല്ല നീ എത്രയോ മിമിക്രി വേദികൾ പ്രോഗ്രാം ചെയ്ത ആളാ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം പൊതുവെ സ്റ്റേജിൽ മിമിക്രി വളരെ കുറവല്ലേ, ഇപ്പൊ എല്ലാം ചാനലല്ലേ. അത് ശരിയാ. പണ്ടായിരുന്നു മിമിക്രിയും കാര്യങ്ങളൊക്കെ സ്റ്റേജുമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആർക്കും മിമിക്രി വേണ്ട, നാടൻപാട്ടും ഗാനമേളയും നാടകമൊക്കെ ഉണ്ട് സ്റ്റേജിൽ. പക്ഷെ എത്രയോ വേദികളിൽ നിന്റെ ശബ്ദാനുകരണം ഭയങ്കരമായിരുന്നു. കാരണം വിജയരാഘവൻ, വെള്ളാപ്പള്ളി ഗണേശൻ സാറ്, KPSC സണ്ണി, ശ്രീനിവാസൻ, കമലഹാസൻ. കമലഹാസന്റെ ഒരു സംഭവം എത്രയോ വേദികളിൽ നീ അടിച്ചു പൊളിച്ചാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആ ഒരു സമയം, നമ്മുടെ ഈ ഒരു കാലഘട്ടമാണല്ലോ ഇതൊക്കെ എന്ന് പറയുന്നത്. എനിക്ക് ചില സമയത്ത് അങ്ങനെ അത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പം മിമിക്രി ഇല്ലാത്തതുകൊണ്ട് അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. പണിയിലാണ് ഇപ്പൊ ഞാൻ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ആണല്ലേ? അതെ അതെ. ഇപ്പൊ ട്രൂപ്പിലൊന്നും പോകുന്നില്ല നീ? ഇപ്പൊ ട്രൂപ്പിലൊന്നും അങ്ങനെ പോകുന്നില്ല. കാരണം പരിപാടിയില്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അതുമായിട്ട് മുന്നോട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും എനിക്ക് 2 സ്റ്റാർ കേട്ടാ കൊള്ളാന്നുണ്ട്. ഞാൻ ചെയ്യാം. രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം തന്നെ എനിക്ക് കേൾക്കട്ടെ. രണ്ടല്ല, ഞാൻ ഒരു സിനിമാ താരത്തിന്റെ സൗണ്ട് ഞാൻ ചെയ്യാം. കാരണം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീ വിജയരാഘവൻ, അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ ചെയ്യാം. വിജയരാഘവൻ അവൻ ഞാൻ കുറെ നാളായി ചെയ്തിട്ട്, അപ്പം അതിന്റെ ചില പോരായ്മകൾ കാണും, എന്നാലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പം ഭരചന്ദ്രൻ IPS എന്ന് പറയുന്ന ശ്രീ സുരേഷ് ഗോപി ഒരു വർഷങ്ങൾക്ക് ശേഷം വന്നൊരു പടമാണ് ഭരചന്ദ്രൻ IPS. അതിനകത്ത് വിജയരാഘവൻ മുഖ്യമന്ത്രിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയലോഗും ചെയ്യാം. ഓക്കെ. മിസ്റ്റർ പ്രഭാകരൻ, അങ്ങ് ഡൽഹിയിലെ ഹൈക്കമാൻഡിൽ നിന്നും ചില അഖിലേന്ത്യാ സെക്രട്ടറി നാറികൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോ അവർക്ക് ചീല പൊന്തിച്ചു കൊടുക്കാൻ കോവളത്താളെ നിർത്തുന്ന പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് അല്ല, തൊമ്പിച്ചാക്കോട്ടിടത്തരം പഠിച്ചത് താഴത്തങ്ങാടി ചന്തേതാ. അല്ലാതെ ഈ IAS പൊളിറ്റിക് കളിക്കുന്ന മറ്റേ ക്ലബിൽ നിന്നല്ല, തണ്ടി നിൽക്കുകയല്ല എന്നാ.